നോമ്പ് തുറക്കെ കഴിഞ്ഞ പാടനെ ഞങ്ങൾക്കൊരു ഓർഡർ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പൊന്നാനി ബീച്ചിലേക്ക് വിട്ട് അവിടെ എത്തിയ പാടനെ ശേഷം തലയിലൊക്കെ തൊപ്പിയിട്ട് ജാദു സ്പേസിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് നടക്കായിരുന്നു. പിന്നെ അവിടെ എത്തിയ പാടനെ ഓനോന്റെ പണി തുടങ്ങി. കുഴി തോണ്ടി തോണ്ടി ഇരിക്കുന്നു. എത്രങ്ങാണ്ട് കുഴി തോണ്ടിന്ന് ഓനക്കന്നെ അറിയില്ല. അതൊക്കെ തോണ്ടി ക്ഷീണിച്ചതിന് ശേഷം എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. ഓനൊരു വാനില ഫ്ലേവറും ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ തീരത്തേക്ക് തന്നെ പോയി. ഓനിങ്ങനെ കുഴി തോണ്ടി തോണ്ടി ഇരിക്കുകയായിരുന്നു. ഞാനതൊന്നും അറിയാതിരുന്ന് പഫ്ക്കി കഴിക്കുകയായിരുന്നു. ഉമ്മ ഇതിൽ ചാടിക്കോന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കുഴി ഒഴിച്ചു തരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കടൽ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊടാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കാലൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ പോണ പോക്കിൽ പൈനാപ്പിൾ മാങ്ങ ഒക്കെ ഉപ്പിലിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷമാണ് പിന്നെ കർമ്മ റോട്ടിൽ നല്ല ചിക്കൻ ചില്ലി സുലൈമാനും കിട്ടുന്നുണ്ട് എന്ന് കേട്ടത്. പിന്നെ നോക്കില്ല, അങ്ങനെ തന്നെ നമ്മളെ വണ്ടി വിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് പൊരിക്കുന്ന ചിക്കൻ ചില്ലിയും സുലൈമാനും ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം അത് അടിപൊളി ടേസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് കോമ്പണി സുലൈമാനും ചിക്കൻ ചില്ലി എന്ന് പറയുന്നത്. അതൊക്കെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോണ കാഴ്ചയാണിത്. അത്രയും തിരക്കാണ് നമ്മളെ കർമ്മ റോട്ടിൽ നോമ്പിനോടനുബന്ധിച്ച്. അപ്പോൾ